ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് ഐറ്റമാണ്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും 4 മണി പലഹാരമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് വീട്ടിൽ രാവിലെ കഴിക്കാനായിട്ട് ഇഡ്ഡലി, ദോശ മുതലായവയൊക്കെ പ്രീ പ്ലാൻഡ് ആയിട്ട് നമ്മൾ ചെയ്ത് വെക്കേണ്ടതാണ്. അതിൻ്റെ മാവൊക്കെ തയ്യാറാക്കി വെക്കണം. അപ്പോൾ അതിനൊന്നും സമയം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ 5 മിനിറ്റിനുള്ളിൽ നമുക്ക് ഇത് തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ ഇത് വളരെയധികം പോഷകപ്രദവും രുചികരവുമാക്കി മാറ്റാവുന്നതാണ്. ഇനി ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് ആവശ്യത്തിന് മാവ് ഒരു പാത്രത്തിലേക്ക് എടുത്ത് വെക്കുക. അപ്പോൾ ഇതിനായിട്ട് എടുക്കേണ്ട മാവ് ഒന്നുകിൽ ആട്ട അല്ലെങ്കിൽ മൈദ, അതല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലോർ എടുക്കാം. ഗോതമ്പ് പൊടിയായിട്ടുണ്ടെങ്കിൽ അതെടുക്കാം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ആവശ്യത്തിന് ഉപ്പാണ്. അപ്പോൾ ഉപ്പ് പൊടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഉപയോഗിച്ച് ഇത് നന്നായിട്ട് നല്ല നേർമയായിട്ട് കലക്കിയെടുക്കണം. അപ്പോൾ ഒരുപാട് കട്ടിയാവാനും പാടില്ല, അതുപോലെ ഒരുപാട് ലൂസാവാനും പാടില്ല. അപ്പോൾ നമുക്കിത് കനം കുറച്ച് വേണം ചുട്ടെടുക്കാനായിട്ട്. ഇത് നമ്മളൊരു പാനിലാണ് ചുട്ടെടുക്കേണ്ടത്. ഇതിൻ്റെ മാവ് തയ്യാറാക്കുന്ന സമയത്ത് കല്ലിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ ഒഴുകി പോകാത്ത രീതിയിൽ വേണം തയ്യാറാക്കാനായിട്ട്. ഏകദേശം 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് ആവശ്യമായ കട്ടിക്ക് ഇത് കലക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ വെള്ളം ചേർത്ത് നന്നായിട്ട് നമുക്ക് ഒരു സ്പൂൺ ഉപയോഗിച്ച് തന്നെ കലക്കിയെടുക്കാം. കുറേശ്ശെ വെള്ളം ഉപയോഗിച്ച് അത് കലക്കിയെടുക്കണം. വെള്ളം ആവശ്യാനുസരണം ഒഴിച്ചു കൊടുത്ത് ഒരു സ്പൂൺ ഉപയോഗിച്ച് യോജിപ്പിച്ചു കൊണ്ടേയിരിക്കുക. അപ്പോൾ വളരെ വേഗത്തിൽ നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇത് മിക്സിയിൽ വെച്ച് നമുക്ക് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ആവശ്യാനുസരണം മാവും ഉപ്പും വെള്ളവും ചേർത്ത് മിക്സിയിൽ വെച്ച് യോജിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ നല്ല രീതിയിൽ മാവ് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇനി ഈ മാവ് തയ്യാറാക്കി കഴിഞ്ഞാൽ ഇത് നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഉടൻ തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കാനായിട്ട് ആരംഭിക്കാം. അപ്പോൾ ഇതുപോലെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് മാവ് തയ്യാറാക്കി എടുക്കാനായിട്ട്. നമ്മൾ ദോശക്കല്ലിൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഒഴുകി അധികമായിട്ട് പോകരുത്. ഇപ്പം നമ്മുടെ മാവ് തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. ഒരു ദോശക്കല്ലെടുത്ത് അടുപ്പിൽ വെച്ച് നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് നെയ്യ് പുരട്ടി കൊടുക്കണം. ഇനി ഇതുപോലെയുള്ള നോൺ സ്റ്റിക്കിൻ്റെ അപ്പച്ചട്ടിയിൽ മറ്റും ഇതുണ്ടാക്കാനായിട്ട് സാധിക്കും. ഇതിൽ നെയ്യ് തേച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഈ ഒരു മാവ് കോരി ഒഴിച്ച് നന്നായിട്ട് കറക്കിയെടുക്കാം. അപ്പോൾ സാധാരണ നമ്മൾ അപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെ കറക്കിയെടുക്കണം. പക്ഷേ ഇതിൻ്റെ അടപ്പ് ഉപയോഗിക്കാൻ പാടില്ല. ഇത് നമ്മൾ തിരിച്ചിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യാനുസരണം മാവ് ഏകദേശം 1 തവിയോളം മാവ് മതിയാകും. അത് കോരി ഒഴിച്ചതിന് ശേഷം ഈ ചട്ടി സാവധാനത്തിലൊന്ന് കറക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ലൊരു ഷേപ്പിലേക്ക്, റൗണ്ട് ഷേപ്പിലേക്ക് കിട്ടും. ഇനി ഇത് 2 വശവും മൊരിച്ചെടുക്കണം. തിരിച്ചും മറിച്ചും ഇതിട്ട് നന്നായിട്ട് മൊരിച്ചെടുക്കണം. അപ്പോൾ നല്ല ഒരു ഗോൾഡൻ കളറിലേക്ക് മാറുന്ന സമയത്താണ് നമ്മളിത് ചട്ടിയിൽ നിന്ന് മാറ്റേണ്ടത്. അപ്പോൾ ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് നെയ്യ് കൂടി തൂവി കൊടുക്കാം. അപ്പോൾ നല്ലൊരു കളറൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നെയ്യ് തൂവി കൊടുക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇതിൻ്റെ നിറം മാറി വരുന്നത് കാണാം. അപ്പോൾ ദോശ തയ്യാറാക്കുന്നത് എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെയാണ് ഇത് തയ്യാറാക്കുന്നത്. ഇപ്പോൾ ഏകദേശം നല്ല രീതിയിൽ ആ ഒരു ഗോൾഡൻ കളറൊക്കെ വന്നു കഴിഞ്ഞു. ഏകദേശം പൊറോട്ടയുടെ പോലെയുള്ള ഒരു നിറമാണ് ഇതിന് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് കല്ലിൽ നിന്ന് മാറ്റി വെക്കാം. ഇനി ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതെങ്ങനെയാണ് കുട്ടികൾക്ക് കൊടുക്കേണ്ടതെന്ന് പറയാം. കുട്ടികൾ സ്ഥിരമായിട്ട് കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒന്നാണ് ബ്രെഡും ജാമും ഒക്കെ. അപ്പോൾ നമുക്ക് ബ്രെഡിന് പകരമായിട്ട് ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വളരെ എളുപ്പമാണ്. ഇതിൻ്റെ മുകളിൽ നമുക്ക് 2 സ്പൂൺ ജാം നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഇതൊന്ന് റോൾ ചെയ്തെടുക്കുക. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒന്നാണിത്. അപ്പോൾ വിശപ്പ് മാറാൻ വേണ്ടിയിട്ട് ഇതിൽ ഏകദേശം 1-2 എണ്ണം കഴിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് വയറ് ഫില്ലായ ഒരവസ്ഥ വരും. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒന്നാണിത്. അപ്പം ഡെയിലി നമുക്ക് ബ്രെഡ് വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല ചൂടോടുകൂടി ഫ്രഷായിട്ട് ഇത് ഉണ്ടാക്കി ഇതിൽ ജാം തേച്ച് നമുക്ക് കഴിക്കാവുന്നതാണ്. ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ഇതിന് നല്ല നിറം കിട്ടുന്നതിനായിട്ട് മൈദയോ ഓൾ പർപ്പസ് ഫ്ലോറോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. അപ്പോൾ കൂടുതൽ ആകർഷകമായിരിക്കും. പക്ഷേ വളരെയധികം പോഷകപ്രദമായിട്ടുള്ളത് നമ്മൾ ഗോതമ്പ് മാവോ ആട്ടയോ ഒക്കെ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഏതായാലും കുട്ടികൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവർക്ക് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവരത് കഴിക്കും. അപ്പോൾ ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി മധുരം കഴിക്കാൻ ഇഷ്ടപ്പെടാത്തവർക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം.
ഇതിൽ 1-2 ചേരുവ കൂടി ചേർത്ത് കഴിഞ്ഞാൽ വളരെ രുചികരമായിട്ടുള്ള ഒരു വിഭവം നമുക്ക് തയ്യാറാക്കാം. 4 മണി പലഹാരമായിട്ട് ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഇത് ഉപയോഗിക്കാം. അപ്പോൾ ഇതിനായിട്ട് നമ്മളിതിൽ ചേർത്ത് കൊടുക്കേണ്ടുന്നത് ചെറിയൊരു പച്ചമുളക്, കുറച്ച് ഇഞ്ചിയുടെ പീസുകൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അത് അരിഞ്ഞെടുത്ത് വെക്കുക. പിന്നീട് ഒരു തണ്ട് കറിവേപ്പില. ഇത്രയും സാധനങ്ങൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവിലേക്ക് ചേർക്കുക. ഇനി ഇത് മാവിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ദോശക്കല്ലിൽ ഒഴിച്ച് ദോശ പോലെ തന്നെ ചുട്ടെടുക്കുക. 2 വശവും തിരിച്ചും മറിച്ചും ഇട്ട് നന്നായിട്ട് മൊരിച്ചെടുക്കണം. ഈ ഒരു രീതിയിൽ ദോശ തയ്യാറാകുന്നത് പണ്ട് കാലം മുതൽക്കേ നാട്ടിൻപുറത്തൊക്കെ ചെയ്തു വന്നിരുന്ന ഒരു പലഹാരമാണ്. അപ്പോൾ ഇപ്പോൾ അധികമായിട്ട് ആരും അങ്ങനെ ചെയ്യാറില്ല. എങ്കിലും വളരെ രുചികരമായിട്ടുള്ള ഒന്നാണിത്. അപ്പോൾ ഇതിന് കറി കൂട്ടി കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എങ്കിലും നമുക്ക് ചട്നിയോ സാമ്പാറോ ഒക്കെ ഉണ്ടെങ്കിൽ വളരെ ആസ്വദിച്ച് കഴിക്കാവുന്ന ഒരു പലഹാരമാണിത്. ഇത് പണ്ടുള്ളവരൊക്കെ പുളിപ്പിച്ചും തയ്യാറാക്കിയിരുന്നു. ഗോതമ്പ് വെള്ളത്തിലിട്ട് കുതിർത്ത് ആട്ടുകല്ലിൽ വെച്ച് നന്നായിട്ട് അരച്ചെടുക്കും. അത് പിറ്റേ ദിവസം ചെറിയ രീതിയിൽ പുളിച്ച് വരും. ഇതിലേക്ക് ആവശ്യത്തിന് പച്ചമുളകും കറിവേപ്പിലയും ഇഞ്ചിയും ഒക്കെ ചേർത്തിട്ട് കല്ലിൽ ചുട്ടെടുക്കും. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇത് വളരെയധികം പോഷക സമ്പന്നമാണ്. നാരുകൾ ധാരാളം അടങ്ങിയിട്ടുള്ളതുമാണ്. അപ്പോൾ രോഗികളായിട്ടുള്ളവർക്കൊക്കെ ചപ്പാത്തിയൊക്കെ കഴിക്കുന്നതിന് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അവർക്കത് ചവച്ച് കഴിക്കുന്നതിനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. ദഹന പ്രശ്നങ്ങളൊക്കെ വരും. ഇതുപോലെ തയ്യാറാക്കി കഴിഞ്ഞാൽ കട്ടി തീരെ കുറവാണ്. ചവയ്ക്കാനായിട്ട് വലിയ പ്രയാസം വരത്തില്ല. അതുപോലെ പ്രമേഹ രോഗികൾക്കൊക്കെ കൊടുക്കാനായിട്ട്, ഇപ്പോൾ ഗ്ലൂക്കോസ് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് അരിയാഹാരമൊക്കെ ഒഴിവാക്കിയിട്ടുള്ള ആൾക്കാർക്ക് പരീക്ഷിക്കാവുന്ന ഒന്നാണിത്. അപ്പോൾ ഇതുണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഹോൾ വീറ്റ് ആയിട്ടുള്ള ഗോതമ്പ് തന്നെ ഉപയോഗിച്ച് ഇതുണ്ടാക്കി കഴിഞ്ഞാൽ വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ.